ഞങ്ങളിവിടെ ഇരിക്കണായിരുന്നു. അപ്പൊ വന്ന വഴി ഈ വണ്ടിയെല്ലാം സ്പീഡായിരുന്നു. ബൈക്കാരനോടെ ഉണ്ടായിരുന്നു. അവൻ ചവിട്ടിയപ്പോ വണ്ടി വെട്ടി സിഗ്നലിടിച്ചിട്ട് മറിഞ്ഞു വീണ. സിഗ്നലിൽ ഇടിച്ച് കയറി അതുമേലെ കയറി കണ്ട ആ ബോസിന്റെ കട കളഞ്ഞിട്ട് പെട്ടെന്ന് പറയുക ചെയ്ത്. ചെന്ന് നോക്കുമ്പോ അടിയിൽ ഈ ബൈക്കാരുണ്ട്. പിന്നെ ഗ്ലാസ് പൊട്ടിച്ച് ഞങ്ങൾ കുറച്ചുപേരെ അതിനകത്ത് എടുത്തായിരുന്നു. ഗ്ലാസ് ഞങ്ങൾ ആരെങ്കിലും കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചാണ് എടുത്തത്, മരക്കഷ്ണം കൊണ്ടിട്ട്. എന്താ കാര്യം നമുക്ക് മനസ്സിലായി. ഞങ്ങളാ ഒരു മഴയും വന്നായിരുന്നു. പെട്ടെന്ന് എല്ലാം കൂടി ഭയങ്കര അയ്യോട്ടും അടിയിൽ വാള് കിടക്കുന്നുണ്ട്. എങ്ങനെ പൊക്കാനോ കണക്കിന് നമ്മക്കും ഈ പറഞ്ഞ തലകറങ്ങും ഈ സംഭവം കണ്ടു കഴിഞ്ഞാല്. എങ്കിലും നമ്മ ആളല്ലേ, ഓരോ എങ്ങനെ എടുത്തിട്ട് പോരണ്ടേ. ഇപ്പൊ ഡ്രൈവറ് ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നണം. ചിലവർക്കൊന്നും കുഴപ്പമില്ല. തലപൊട്ടിട്ടുണ്ടായിരുന്നു. പൊതുവായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ആവശ്യം ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് പോരാ. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തിട്ട് 108 ആംബുലൻസ് അങ്ങനെ എന്തെങ്കിലും സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആംബുലൻസ് ഇവിടെ സ്ഥിരം ഇടാനുള്ള സംവിധാനം ചെയ്യുക. കാരണം എന്താമോ, ഒരു അപകടം പറ്റിക്കഴിയുമ്പോ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടിയിൽ കയറ്റാൻ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് കയറ്റാൻ പറ്റില്ല. കാരണം കാല് വിട്ടു കിടക്കുന്നുണ്ട്. ആ വിട്ടെടുക്കുന്ന ഒരാളെ നമുക്ക് നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റില്ല. കാറുകാരും എല്ലാവരും നിർത്തി വെക്കണം. പക്ഷെ ആരും ഒരു മനുഷ്യൻ പോലും ഇതിലേക്ക് കയറ്റുക. കാരണം അവരുടെ വണ്ടിയുടെ ഇതിനനുസരിച്ച് ഓട്ടോറിക്ഷ ഞങ്ങൾ ഇതിനകത്ത് മരിച്ച സാധനം വരെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് അത് വിഷയമില്ല. ഞങ്ങൾക്ക് ആരും 10 രൂപ തരാറുള്ള ഞങ്ങൾക്ക് വേണ്ടേ, ഞങ്ങൾ മേടിക്കില്ല. സ്ഥിരം കാഴ്ചയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഈ സംഭവം കണ്ടിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നമാണ്. കാരണം നമ്മള് എല്ലാം മനുഷ്യരല്ലേ. നമ്മ ആൾക്കാരെ അപ്പൊ തന്നെ എന്തോരം ദിവസം ഒരു ഇടിയില്ലാത്ത ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈ സിഗ്നലിന്റെ അവിടെ സ്ഥാപിക്കുക. രണ്ടാമത് ഇവിടെ പോലീസ് ഒരു ഹെഡ് പോസ്റ്റ് പോലെ ഇവിടെ വേണം. പോലീസുകാർ ഇവിടെ സ്ഥിരം വേണം. പിന്നെ അപകടം പറ്റിയവരെ ഹോസ്പിറ്റലിൽ ഉണ്ടാകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. സിഗ്നൽ നമ്പറില്ലാത്ത നമ്പർ വേണം. നമ്പർ അത് മെയിനാണ്. നമുക്ക് ടൈമേ അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് നോക്കി പോരാൻ പറ്റും. കഴിഞ്ഞ ദിവസമേ ഇങ്ങോട്ട് ഈ റൈറ്റിലേക്കുള്ള സിഗ്നൽ ഇത് ആരോ വർക്ക് ചെയ്യണ്ടായില്ല. എന്നിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ തൊഴിലാളികളുടെ പണിയായിരുന്നു. ഓരോ ടേൺ കഴിയുമ്പോൾ അവിടെ പോയി ഞങ്ങളാ പറഞ്ഞു വണ്ടിക്കാരാ. ഇവിടെ ഈ പോലീസും അല്ലാണ്ട് കണ്ട കുഴി കണ്ട അത് വലിയ പ്രശ്നമാണ്. കാരണം വണ്ടി ഇങ്ങനെ മറിയും. ചിലപ്പോ അവിടെ നിന്ന് എടുക്കുമ്പോൾ വെട്ടി സാധനം താഴത്തേക്ക് വരും. അപ്പൊ അതെല്ലാം ഈ രാവിലെ സമയത്ത് ഒരു നമ്മുടെ ഈ പനാട് സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസർ വന്ന് ഇവിടെ നിന്നാ മതി. കാരണം ഈ പനങ്ങാട് എന്നൊക്കെ പറയുമ്പോ കുറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. എല്ലാവരും എറണാകുളത്തേക്കാണ് ജോലിക്ക് പോകുന്നത്. ചേർത്തലേന്ന് കുറെ ആളുകൾ ജോലിക്ക് വരുന്ന സ്ഥലമാണ്. അപ്പൊ ഇതെല്ലാം വന്ന് ഇവിടെ കൂടും. അതായത് ഈ റോഡ് കണ്ട ഇവിടെ ഇതിപ്പോ ഇവിടെ ഉള്ള വ്യാപാരികൾ ചെയ്ത പണിയാണത്. റോഡ് പാർട്ടീഷൻ ചെയ്തത്. അല്ലെങ്കിൽ കുമ്പളം പഞ്ചായത്തിന്റെ പേരും വെച്ചും ഇതൊക്കെ വെച്ച് ഇവിടെ വ്യാപാരികൾ എല്ലാരും കൂടി ചെയ്ത് കൊണ്ട് ഇങ്ങനെ 2 പാർട്ടീഷനായിട്ട് നിപ്പുണ്ട് റോഡ്. എങ്കിൽ പോലും ബൈക്കാർ ഇങ്ങനെ ഏറ്റുകൊണ്ടു നിൽക്കും. ഇവിടെ ഈ സൈഡ് കൊണ്ടുവന്ന് വെച്ചില്ലേ, ഇവിടം വരും വണ്ടി ഉണ്ടാവും. ആ ഇതിൽ തന്നെയാണ് അവിടെ നിന്ന് വന്ന വണ്ടിയുടെ സിഗ്നൽ വീണത്. ആ വണ്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അപകടം ഉണ്ടാവും. അങ്ങനെ നിരന്തരം ഇവിടെ അപകടം. ഒരു നിയന്ത്രണമുള്ള ഇപ്പൊ ആർക്ക് തോന്നിയ പോലെ എടുത്ത് കൊണ്ടുപോകും വണ്ടി. ഇവിടെ ഒരു പോലീസ് ഇവിടെ സ്ഥിരം നിൽക്കണമെങ്കിൽ ഒന്ന് പിടിച്ച് ഇപ്പൊ എന്നെയാണെങ്കിലും ഞാനിപ്പോ വണ്ടി കൊണ്ട് വന്നെയാണ്. ഞാനതൊരു വേണ്ടാത്ത രീതിയിൽ കയറി വന്നെ എന്നെ പിടിച്ച് ഒരു 500 രൂപ അല്ലെങ്കിൽ 100 രൂപ ഒരു ഫൈൻ ഇട്ട് നോക്ക്. ഞാൻ നാളെ തൊട്ട് ചെയ്യും. കാരണം എനിക്ക് 100 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് 4 ട്രിപ്പ് എടുക്കണം. 4 അല്ലെങ്കിൽ 3 ട്രിപ്പ് 30 രൂപ ഓടിയാലേ എനിക്ക് 100 രൂപ കിട്ടുള്ളൂ ഒരു ദിവസം. അപ്പൊ ഞാൻ ആ ബുദ്ധിമുട്ട് ഞാൻ അറിയണം. ഞാനാണെങ്കിലും ആരാണെങ്കിലും ഈ വണ്ടിയും കൊണ്ട് പോണവര് യാത്ര മാത്രമല്ല നമ്മളിത് അതുകൊണ്ട് പല അപകടവും നമ്മുടെ ഒരു ചെറിയ ഇതുകൊണ്ട് വൻ ദുരന്തങ്ങൾ വരെ ഉണ്ടാകാം.